വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. നമ്മൾ ലാംഗ്വേജ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്? ചോദ്യങ്ങൾ ചോദിക്കാൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക്. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താണ്? കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലേ? നമ്മുടെ ആശയങ്ങൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഉത്തരങ്ങൾ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്കൊരു നല്ല സ്റ്റാർട്ട് കിട്ടാറില്ല. നമുക്ക് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചോദ്യങ്ങളിൽ നിന്ന് വേണം അല്ലേ? ചോദിച്ചു തുടങ്ങി വേണം നമ്മൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം എങ്ങനെ ചോദിക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണാൻ നേരത്ത് നമ്മൾ എന്താണ് പറയാറുള്ളത്? ഹലോ, എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കാറുണ്ടല്ലേ? ഈ എന്നാ ഉണ്ട് വിശേഷം എന്നത് ഇംഗ്ലീഷിൽ എന്താണ് ചോദിക്കുന്നത്? ഈസിയാണ്, കുറച്ച് പേർക്കൊക്കെ ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. ഹൗ ആർ യു അല്ലേ? ഹൗ ആർ യു, എന്തുണ്ട് വിശേഷം, എന്നാ ഉണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നത് ഹൗ ആർ യു എന്ന് വേണം ചോദിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ കയ്യിൽ വാച്ചില്ല, നമുക്ക് സമയം അറിയണം, നമുക്ക് ഒരു പിടുത്തവും ഇല്ല, എന്ത് സമയമായി, ബസ് വരാൻ സമയമായോ ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് സമയം എത്രയായി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് യൂസ് ചെയ്ത് നമുക്ക് ചോദിക്കാം. വാട്ട്സ് ദ ടൈം നൗ, വാട്ട്സ് ദ ടൈം നൗ, ഇപ്പോൾ എത്രയാണ് സമയം എന്ന് നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത് നിൽക്കുന്ന ആളോട് സമയം ചോദിക്കാൻ മടി വിചാരിക്കേണ്ട, ഇങ്ങനെ ചോദിച്ചോളൂ കേട്ടോ. ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. നമുക്കൊരാളുടെ ഫോൺ നമ്പർ വേണം. നമുക്കൊരാളുടെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ടല്ലേ, നമുക്ക് പല കാര്യങ്ങൾ അറിയാനായിട്ടും വിളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഫോൺ നമ്പർ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും നമ്മൾ? വാട്ട്സ് യുവർ ഫോൺ നമ്പർ. എന്താണ്? വാട്ട്സ് യുവർ ഫോൺ നമ്പർ. അപ്പം ഞങ്ങൾക്കൊരു ആൻസർ ഉണ്ട്, ഇതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ. അപ്പം നിങ്ങൾക്ക് ഇപ്പം അറിയാം, നമ്മൾ ഫ്ലയറും മെൻറ്ററിങ് കോഴ്സുകളുണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, അതായത് നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് ഫ്ലയറും മെൻറ്ററിങ്ങും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറിനോട് നേരിട്ട് സംസാരിക്കാം, കണ്ടുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഈ കോഴ്സിനുണ്ട്. അപ്പോൾ തീർച്ചയായും ആ കോഴ്സിന് ജോയിൻ ചെയ്തോളൂ, നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ആ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കണം. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട്സ് യുവർ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറിന് പകരം നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ആണ് അറിയേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. വാട്ട്സ് യുവർ ഇമെയിൽ ഐ ഡി, വാട്ട്സ് യുവർ ഇമെയിൽ ഐ ഡി. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി എനിക്കിവിടെ ഒരു ഫ്രണ്ടുണ്ട്, ആള് എപ്പോൾ നോക്കിയാലും എന്തേലും തപ്പിക്കൊണ്ടേയിരിക്കും. എന്തിനാന്ന് ആൾക്ക് തന്നെ അറിയത്തില്ലെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഈ തിരയുന്നതിന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ നീ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. എങ്ങനെ ചോദിക്കണം? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, നീ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം ഇനി തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മറക്കാതെ ചോദിച്ചോളൂ. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലാണെന്ന് തന്നെ വെച്ചോ. അപ്പം നമുക്കിങ്ങനെ അറിയണം ഇത് എത്ര സമയം എടുക്കും, ഇനി നമ്മുടെ ടേൺ വരാൻ എത്ര സമയം എടുക്കും എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. എങ്ങനെ ചോദിക്കണം? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, എത്ര സമയം കൂടി എടുക്കും എൻ്റെ ഒരു ചാൻസ് കിട്ടാനായിട്ട് എന്ന് നമുക്ക് പറയാം. നമുക്ക് നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ അല്ലേ? അതിനോട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് 7th വൺ. ആ ആളുടെ അടുത്ത് തന്നെ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. നിനക്ക് എന്താ വേണ്ടത്, നീ എന്താ ഈ തപ്പുന്നത്, നിനക്ക് എന്താ വേണ്ടത്? അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണ് അവിടെ എന്ന് അറിയാമോ? വാട്ട് ഡു യു വോണ്ട്. എങ്ങനെ ചോദിക്കണം? വാട്ട് ഡു യു വോണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. പക്ഷേ ഈ വാട്ട് ഡു യു വോണ്ട് അത്ര ഒരു പൊളൈറ്റ് വേ അല്ല കേട്ടോ. നമ്മൾ അവരോട് രൂക്ഷമായിട്ട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടത്, അത് പൊളൈറ്റാണോ? അല്ലല്ലേ, ഇച്ചിരി റൂഡാണ്. സോ അത് അത്ര ഫ്രണ്ട്സിനോടും നമുക്ക് അടുത്തറിയാവുന്നവരുടെ അടുത്ത് മാത്രം അങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി 8th വൺ,
എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കുറേ ദിവസമായിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. ആൾക്ക് പനിയോ അല്ലെങ്കിൽ കോൾഡോ ആണ്, ആൾ വരുന്നില്ല. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് എങ്ങനെയുണ്ട് അവൻ്റെ കോൾഡ് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഇസ് യുവർ കോൾഡ്? എങ്ങനെ ചോദിക്കണം? ഹൗ ഇസ് യുവർ കോൾഡ്? നിനക്ക് എങ്ങനെയുണ്ട്, നിൻ്റെ കോൾഡൊക്കെ മാറിയോ എന്ന് വേണം ചോദിക്കാനായിട്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഫീവർ എന്താണോ, നിങ്ങൾക്ക് എന്താണോ അസുഖം അത് ചോദിച്ചോളൂ കേട്ടോ. ഇനി 9th 1 പോവാം. 9th 1 എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വിഷമിച്ചിരിക്കുന്ന കാണാം. എന്തു പറ്റി എന്ന് നമുക്ക് അവരോട് ചോദിക്കണം. എന്താ നിൻ്റെ പ്രോബ്ലം, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് ഹാപ്പൻഡ്? എന്ത് ചോദിക്കണം? വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്ത് പറ്റി? അല്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് അവൻ എന്ത് പറ്റി, അവിടെ അത് തന്നെയാണ് അല്ലേ. വാട്ട് ഹാപ്പൻ ടു ഹിം? അവൻ എന്താ പറ്റിയത്? മനസ്സിലായല്ലോ അല്ലേ? എന്താണ് അവന് പറ്റിയത് എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഹാപ്പൻഡ് എന്ന് വേണം ചോദിക്കാനായിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിച്ചു അല്ലേ. അതുപോലെ തന്നെ ചിലർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ചിലർ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നത് എന്ന് നമുക്ക് അവരോട് ചോദിക്കണം. എന്തിനാണ് എന്ന് പറയുന്ന വേർഡ് വൈ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീസൺ ചോദിക്കുന്നത് നമ്മൾ വൈ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാ കരയുന്നത്? വൈ ആർ യു ക്രൈയിങ്? ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. എന്താണെന്ന് അറിയാമോ? ഈ ക്രൈ പോലെ തന്നെ ചിലർ എല്ലാ ഗ്രൂപ്പിലും കാണും അല്ലേ, ചിരിക്കും. നമ്മളെല്ലാം പല കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് ചിരിക്കും. പക്ഷെ ചിലർക്ക് മാത്രം ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ അവരെ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പം അവർ നമ്മളോട് ചോദിക്കാറുണ്ട് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നതെന്ന്. അതെന്താണ്, എന്തിനാണ് ചിരിക്കുന്നത് എന്നത്? വൈ ആർ യു ലാഫിങ്? അപ്പോൾ എന്ത് വേണം ചോദിക്കാൻ? വൈ ആർ യു ലാഫിങ്? എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. നമുക്കെല്ലാം സ്പെഷ്യലാണ് നമ്മുടെ ബർത്ത്ഡേയ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയ്സ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പാർട്ടി കൊടുക്കണമെങ്കിൽ ഇന്നൊക്കെ ഈസിയാണ്. ഫേസ്ബുക്ക് പോലത്തേനകത്തൊക്കെ നമ്മുടെ ബർത്ത്ഡേയ്സ് ഒക്കെ കിടക്കും. എന്നാലും ചിലരുടെ ബർത്ത്ഡേയ്സ് ഒന്നും ഇവിടെ ഒന്നും കൊടുത്ത് കാണത്തില്ല അല്ലേ. ബർത്ത്ഡേയ്സ് പറയാൻ ഇഷ്ടമില്ലാത്തവർ കാണും. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കണം എന്നാണ് നിൻ്റെ ബർത്ത്ഡേ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ചോദിക്കും നമ്മൾ? വെൻ ഈസ് യുവർ ബർത്ത്ഡേ? നിൻ്റെ ബർത്ത്ഡേ എന്നാണ്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്നതാണ് വെൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? അത് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണെന്നറിയോ? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സായി? ബർത്ത്ഡേ ചോദിക്കുമ്പോൾ തന്നെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിനക്ക് എത്ര വയസ്സായി. വയസ്സ് പറയാൻ അധികം താല്പര്യമില്ലാത്തവരാണ് നമ്മളെല്ലാവരും. എന്നാലും ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഏജ് അറിയേണ്ടതായിട്ട് വരും അല്ലേ. അവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഹൗ ഓൾഡ് ആർ യു എന്നാണ്. ഇത് ഈസിയാണ്, ഒരു മൂവി തന്നെ ഇതിൻ്റെ പേരിലുണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്കത് തെറ്റാണോ എന്നൊരു ഫിയർ ആണ് അതിന് കാരണം. അപ്പം അതിനി മടിക്കാതെ യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ടേബിളിൽ കുറേ ബുക്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുവാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ദൂരെ നിന്ന് വിളിച്ചു പറയാണ് എൻ്റെ ബുക്കൊന്ന് എടുത്ത് തരാമോ എന്ന്. അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും? നമുക്കറിയത്തില്ല ഇതിൽ ഏത് ബുക്കാണ് ആളുടേതെന്ന്. അപ്പം നമ്മൾ എന്തു പറയും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും അവരുടെ അടുത്ത്? അതാണ് എൻ്റെ 15th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് യുവർ ബുക്ക്? വിച്ച് ഈസ് യുവർ ബുക്ക്? ഏതാണ് നിൻ്റെ ബുക്ക്? ഇതിലേതാണ് നിൻ്റേത് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ ഈ ബുക്ക് തന്നെ ആരുടേതാണ് എന്ന് ചോദിക്കണം. ആരുടെ ബുക്കാണ് എന്ന് ചോദിക്കണം. അവിടെ ഏതാണ് ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഹൂസ് എന്ന് പറയുന്ന വേർഡാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇത് ആരുടെ ബുക്കാണ്? ഹൂസ് ബുക്ക് ഈസ് ദിസ് എന്ന് വേണം ചോദിക്കാൻ. ആരുടെ എന്ന് ചോദിക്കുന്നത് ഹൂസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ അപരിചിതമായി പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് കാണുവാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലേ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും അല്ലേ. നീ എന്താണ് ഇവിടെ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്ന് വേണം ചോദിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ അല്ലേ. എന്താണ് എന്നതിന് വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരാളുടെ ഫേവറേറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു താല്പര്യം കാണും അല്ലേ? അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് കളർ എന്താണ് എന്നൊക്കെ ചോദിക്കാൻ നമുക്കൊരു ആഗ്രഹം കാണും. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത്? എങ്ങനെയാണെന്ന് അറിയാമോ? വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? എങ്ങനെയാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലും ചോദിക്കുന്നത്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഇങ്ങനെ എന്താണ് നിൻ്റെ ഫേവറേറ്റ് കാര്യം എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വാട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 18th ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ഒരാളെ മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്നില്ല. അപ്പോൾ അവൻ എവിടെ പോയി എന്ന് നമുക്കൊന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അവൻ എന്തിയെ അല്ലെങ്കിൽ അവൾ എന്തിയെ എന്ന് ചോദിക്കാനായിട്ട് വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേർ ഈസ് ഹീ? അവൻ എന്തിയെ? വേർ ഈസ് ഷീ? അവൾ എന്തിയെ? അപ്പം എന്തിയെ അവൾ എന്ന് ചോദിക്കാനായിട്ട് ഇനി വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ യൂസ് ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് അവരെപ്പോൾ വരും? അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം വിൽ ദേ അറൈവ്? എങ്ങനെ ചോദിക്കണം? വാട്ട് ടൈം വിൽ ദേ അറൈവ്? അവർ എപ്പോഴാണ് വരുന്നത് എന്ന് വേണം ചോദിക്കാനായിട്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്ക് പലപ്പോഴും എങ്ങനെ ഉണ്ടായി നമ്മുടെ ദിവസം, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ എക്സാം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? അപ്പം അതെങ്ങനെ ചോദിക്കും നമ്മൾ? ഹൗ വാസ് യുവർ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരാൻ നേരത്ത്, നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരാൻ നേരത്ത് അവരോട് നിങ്ങൾക്ക് ചോദിക്കാം ഹൗ വാസ് യുവർ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു? ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ അവനൊരു എക്സാം കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഹൗ വാസ് യുവർ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നത്. അപ്പം ഹൗ എന്ന് പറയുന്ന വേർഡാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഇനിയൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയാതെ എവിടെയും സ്റ്റക്കായി നിൽക്കണ്ട കേട്ടോ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരാളുമായിട്ടുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ ശ്രുതി. ടേക്ക് കെയർ.